സാറേ, ഈ അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയുടെ കുടുംബം ഒരു പുതിയ വിവാദത്തിൽ ചെന്നുപെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ ദേശീയ തലത്തിൽ തന്നെ അത് വലിയ വാർത്തയാകുന്നു. നാണക്കേടുമാണ് തീർച്ചയായിട്ടും. ആ വിവാദമാണെങ്കിൽ അത്ര മനുഷ്യരോട് അത്ര എളുപ്പത്തിൽ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റിയ കാര്യമല്ല. സ്വന്തം കുടുംബാംഗങ്ങൾ, നമ്മളിപ്പോൾ കേരളത്തിൽ പിണറായി വിജയന്റെ കുടുംബത്തെക്കുറിച്ച് വന്ന ആരോപണം പോലെ സ്വന്തം കുടുംബാംഗങ്ങൾക്ക് അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തെ നിർമ്മാണ പ്രവൃത്തികളുടെ കരാർ സ്വന്തം കുടുംബത്തിന് ദാനം ചെയ്യുന്നുള്ള ആരോപണമാണ്. വന്ന് പരാതി സുപ്രീം കോടതി വരെ എത്തി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് ആ കേസിന്റെ ഡീറ്റെയിൽസ്? അതെ, സുപ്രീം കോടതി ഇത് വളരെ ഗൗരവമായി എടുത്തിട്ടുമുണ്ട്. ഇത് ഈ സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് തന്നെ കരാറ് കിട്ടുന്നത് ഇറ്റ്സ് എ റിമാർക്കബിൾ കോയിൻസിഡൻസ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. എന്തൊരു നിരീക്ഷണമെന്ന് നോക്കൂ. സുപ്രീം കോടതി ജഡ്ജിമാരായിട്ടുള്ള വിക്രം നാഥ്, സന്ദീപ് മേത്ത ഇവര് പറഞ്ഞിരിക്കുകയാണ് ഇറ്റ്സ് എ റിമാർക്കബിൾ, വല്ലാത്തൊരു സുന്ദരമായ ആകസ്മികത തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് സുപ്രീം കോടതി. അപ്പോ 146 കരാറുകൾ. ഇയാള് തവാങ് ജില്ലക്കാരനാണ്. ഈ പ്രേമ കണ്ടു BJPക്കാരനാണ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് പിന്നെ വേറൊരു പാർട്ടിയിലേക്ക് പോയി പിന്നെ BJPയിലേക്ക് വന്ന ഒരാളാണ് എന്ന് പറഞ്ഞാൽ മറ്റേ വേരുകൾ കോൺഗ്രസിലാണ്. 146 കരാറുകളാണ് തവാങ് ജില്ലയിൽ, സ്വന്തം കുടുംബം സ്ഥിതി ചെയ്യുന്ന തവാങ് ജില്ലയിൽ ഭാര്യയ്ക്കും സഹോദരിക്കും സഹോദരനും എല്ലാം കൂടി വീതം വെച്ച് കൊടുത്തിരിക്കുന്നത്. സുപ്രീം കോടതി എന്താണെന്നറിയാമോ പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇത് എടുത്തപ്പോൾ എല്ലാ ജില്ലയിലെയും കരാറുകളുടെ പട്ടിക ഏത് കമ്പനികൾക്കാണ് കൊടുത്തതെന്ന് തരാൻ പറഞ്ഞു. തവാങ്ങിൽ തന്നെ 146 കരാറുകൾ എന്ന് കേട്ട് ഞെട്ടിയിട്ടുണ്ട്. അപ്പൊ ബാക്കി ജില്ലകളിലും ഇതിനേക്കാൾ കഷ്ടമായിരിക്കാനാണ് സാധ്യത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.